സദൃശ്യവാക്യങ്ങൾ അധ്യായം 17. ദൈവമേ, നിന്റെ വേദപുരാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭക്ഷണത്തിലും വിശിഷ്ടം സമാധാനത്തോടെയുള്ള ഒരു കഷണം ഉണങ്ങിയപ്പം തിന്നുന്നതത്രേ. വെള്ളിക്ക് സ്ഫുടം ചെയ്യുന്നതിനുള്ള ഉപകരണം, സ്വർണത്തിന് മൂശ. ഹൃദയങ്ങളെയോ ദൈവം ശോധന ചെയ്യും. ഒരു ദുഷ്ടപ്രവർത്തകൻ വ്യാജമുള്ള തരങ്ങളെ ശ്രദ്ധിക്കുന്നു. നീതിമാൻ വഞ്ചനയുടെ സംസ്കാരത്തിന് ചെവി കൊടുക്കുന്നില്ല. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സൃഷ്ടാവിനെയാണ് കോപിപ്പിക്കുന്നത്. ആപത്തിൽ സന്തോഷിക്കുന്നവൻ ശിക്ഷ വരാതെ പോകയില്ല. മക്കളുടെ മക്കളാണ് വൃദ്ധരുടെ കിരീടം. മക്കളുടെ മഹത്വമോ അവരുടെ പിതാക്കന്മാർ തന്നെ. വിശ്വസ്തമായ സംസാരം ഒരു ഭോഷന് ചേരുകയില്ല. അതുപോലെ തന്നെ വ്യാജമുള്ള തരം നീതിമാന് ചേരുകയില്ല. ഒരു സമ്മാനം കിട്ടുന്നവന് അത് രത്നമായി തോന്നും. അത് എവിടേക്ക് തിരിഞ്ഞാലും അഭിവൃദ്ധിപ്പെടും. അതിക്രമം മറച്ചു വയ്ക്കുന്നവൻ സ്നേഹം അന്വേഷിക്കുന്നു. ശാസന ഇഷ്ടമല്ലാത്തവൻ സ്നേഹിതരിൽ നിന്നകലുന്നു. ഒരു ഭോഷനെ അടിക്കുന്നതിനേക്കാൾ ഒരൊറ്റ ശാസന ബുദ്ധിമാന് ഫലം ചെയ്യും. ദുഷ്ടൻ മത്സരമാണ് എപ്പോഴും അന്വേഷിക്കുന്നത്. ആകയാൽ ക്രൂരനായ ഒരു ദൂതനെ ആയിരിക്കും അവൻ്റെ അടുക്കൽ അയക്കുന്നത്. ഭോഷനെ അവൻ്റെ ഭോഷത്വത്തിൽ എതിരിടുന്നതിനേക്കാൾ ഭേദം കരടി കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഒരു കരടിയെ എതിർക്കുന്നതാണ്. ഒരുവൻ നന്മയ്ക്ക് പകരമായി തിന്മ ചെയ്യുന്നവനാണെങ്കിൽ തിന്മ അവൻ്റെ ഭവനത്തിൽ നിന്നും മാറിപ്പോകയില്ല. കലഹത്തിൻ്റെ ആരംഭം ചിറ പൊളിച്ച് വെള്ളം വിടുന്നത് പോലെയാകുന്നു. ആകയാൽ കലഹമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ തർക്കം അവസാനിപ്പിക്കുക. ദുഷ്ടനെ നീതീകരിക്കുന്നവനും നീതിമാനെ കുറ്റം വിധിക്കുന്നവനും രണ്ടുപേരും ദൈവത്തിന് വെറുപ്പാകുന്നു. ജ്ഞാനം സമ്പാദിപ്പാൻ മൂഢന് ആഗ്രഹമില്ലാതിരിക്കെ അവൻ്റെ കയ്യിൽ ദ്രവ്യം എന്തിന്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥകാലത്ത് സഹായത്തിന് സഹോദരനായി ജനിച്ചിരിക്കുന്നു. ഭോഷൻ കൂട്ടുകാരനു വേണ്ടി കൈയടിച്ച് വാക്കുകൊടുത്ത് ജാമ്യം നിൽക്കുന്നു. അനീതിയുള്ളവൻ വഴക്കും കലാപവും ആഗ്രഹിക്കുന്നു. തൻ്റെ വാതിൽ ഉയർത്തി പണിയുന്നവൻ തനിക്ക് തന്നെ തകർച്ച ആഗ്രഹിക്കുന്നു. വഞ്ചനയുള്ള മനസ്സുള്ളവൻ നന്മ കണ്ടെത്തുകയില്ല. വാക്കുവ്യത്യാസം വരുത്തുന്നവൻ ആപത്തിൽ നിപതിക്കും. വിഡ്ഢിയുടെ ജനകൻ തനിക്ക് തന്നെ അപമാനിതനാണ്. അവൻ മൂലം അവൻ്റെ പിതാവിന് സന്തോഷമുണ്ടായിരിക്കുകയില്ല. സന്തുഷ്ട ഹൃദയം ശരീരത്തിന് പ്രസാദമാകുന്നു. വേദനയുള്ള മനസ്സ് അസ്ഥികളെ ഉണക്കിക്കളയും. കൈക്കൂലി വാങ്ങുന്നവൻ അധർമ്മിയാണ്. എന്തെന്നാൽ അവൻ നീതിയുടെ വഴി തെറ്റിക്കുകയാണ്. വിജ്ഞാനിയുടെ ദൃഷ്ടി എപ്പോഴും ജ്ഞാനത്തിലേക്കാണ്. ഭോഷന്റെ ദൃഷ്ടിയോ എപ്പോഴും നിലത്തേക്ക് കീഴോട്ടത്രേ. ഭോഷനായ മകൻ അവൻ്റെ പിതാവിന് കോപം വരുത്തുന്നു. അവൻ്റെ അമ്മയെ വേദനപ്പെടുത്തുന്നു. നീതിമാന് പിഴയിടുന്നത് നന്നല്ല. സത്യം സംസാരിക്കുന്ന നീതിമാനെ പ്രഹരിക്കുന്നതും നന്നല്ല. മിതമായ സംഭാഷണം നടത്തുന്നവൻ ജ്ഞാനം എന്തെന്ന് അറിയുന്നു. ദീർഘമായി ക്ഷമിക്കുന്നവൻ വിജ്ഞാനാകുന്നു. മൗനമായിരിക്കുന്ന മൂഢൻ പോലും ജ്ഞാനി എന്ന് കരുതപ്പെടുന്നു.
അധരങ്ങൾ മൗനമായി വയ്ക്കുന്നവൻ ജ്ഞാനിയെ പോലെ വിചാരിക്കപ്പെടുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.